പ്രിയപ്പെട്ട പ്രേക്ഷകരെ, റിപ്പോർട്ടർ TV 15ാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ, 3ാം വർഷത്തിലേക്ക് റീലോഞ്ച് ചെയ്തതിന് ശേഷം കടക്കുമ്പോൾ ഞങ്ങൾക്ക് ഏറെ അഭിമാനത്തോടുകൂടി പറയാനുള്ളത് ഞങ്ങളുടെ ഈ വാർത്താ സംഘത്തിലുള്ള വനിതാ മാധ്യമ പ്രവർത്തകരെ കുറിച്ചാണ്. ഒരുപക്ഷെ വനിതാ മാധ്യമ പ്രവർത്തകർ തന്നെ നയിക്കുന്ന ചാനൽ എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. അരങ്ങിലും അണിയറയിലും എക്സിക്യൂട്ടീവ് എഡിറ്റർ മുതൽ ഇങ്ങനെ അഡ്മിനിസ്ട്രേഷൻ, HR വരെ ഞങ്ങളുടെ വിഭാഗത്തിലുള്ള മുഴുവൻ വനിതാ സാരഥികളും ഞങ്ങളുടെ ഈ റിപ്പോർട്ടറിൻ്റെ പ്രയാണത്തിൽ അവരുടെ കഠിനാധ്വാനം കൊണ്ട് നമ്മളെ വിസ്മയിപ്പിച്ചിട്ടുണ്ട്. നമുക്കിപ്പം സ്മൃതി പരുത്തിക്കാടുണ്ട്, എക്സിക്യൂട്ടീവ് എഡിറ്ററാണ്. സ്മൃതിയുടെ മാധ്യമ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ നിമിഷങ്ങളിൽ ഒന്നായിരിക്കും അല്ലേ? ഉറപ്പായിട്ടും. എൻ്റെ 25ാമത്തെ വർഷമാണ്. 25 നൂറ്റാണ്ട്. അതെ, കാൽനൂറ്റാണ്ടാകുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ 15 വർഷമായി ഈ ചാനൽ തുടങ്ങി എന്ന് പറയുമ്പോഴും റിപ്പോർട്ടിൻ്റെ റീലോഞ്ചിന് മുൻപും ശേഷവും എന്ന തരത്തിൽ മാധ്യമ ചരിത്രം തന്നെ മാറ്റി എഴുതപ്പെടുന്നുണ്ട് അല്ലേ? റീലോഞ്ചിന് ശേഷം എന്ന് പറയുമ്പോൾ മാധ്യമ ചരിത്രത്തിൽ എന്തൊക്കെ വ്യത്യാസം നമ്മൾ വരുത്തി എന്നുള്ളതാണ്. യാന്ത്രികമായ വാർത്താവതരണത്തിനപ്പുറം വേറെ ഒരു രീതി നമ്മൾ കൊണ്ടുവരികയാണ്. വാർത്തയുടെ വേഗം, അതിലെ സാങ്കേതികത്തിലെ നൂതനമായ സാങ്കേതിക സംവിധാനം എല്ലാം കൂടെ ഒരു പ്രത്യേക കോമ്പിനേഷനാണ്. നമ്മുടെ കൂടെ നിൽക്കുന്ന നമ്മുടെ ടീമിൻ്റെ ഊർജം, അപ്പോൾ അതിൻ്റെ വേഗം, അതിൽ കൊടുക്കുന്ന ശ്രദ്ധ, പിഴവുകൾ വരുത്താതെയുള്ള ശ്രദ്ധ, അപ്പോൾ അതാണ് നമ്മളെ വ്യത്യസ്തരാക്കുന്നത്. ഈ പറയുന്ന 24 മണിക്കൂറും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന, ആ കറക്കത്തിൽ ഒരിക്കലും ക്ഷീണിക്കാത്ത ഒരു ടീം നമ്മോടൊപ്പമുണ്ട്. ഗ്രൗണ്ടിലുമുണ്ട്, നമ്മുടെ ഡെസ്കിലുമുണ്ട്, നമ്മുടെ ചുറ്റുമുണ്ട്. അപ്പോൾ അവരെല്ലാവരെയും പ്രേക്ഷകർ കാണുന്നില്ല, പക്ഷെ അവരും കൂടി ചേർന്നാണ് നമ്മുടെ ഈ വേഗത്തിൻ്റെ അടിസ്ഥാനം എന്നുള്ള. ആ വേഗം നമുക്ക് ഇനിയും തുടരാൻ സാധിക്കണം. അടുത്ത നാഴികക്കല്ല, അടുത്ത വാർഷികമാകുമ്പോഴേക്കും അടുത്തൊരു നാഴികകളിലേക്ക് നമുക്ക് കടക്കും. തീർച്ചയായിട്ടും. മാത്രമല്ല, ചില പ്രേക്ഷകരൊക്കെ ചോദിക്കുന്നത് നമ്മൾ ഈ മീഡിയ എഡിറ്റേഴ്സ് ഒക്കെ കഴിഞ്ഞ് പരസ്പരം മിണ്ടാറുണ്ടോ എന്നാണ്. സ്മൃതിയെന്നൊന്ന് പറഞ്ഞാട്ടെ, പ്രേക്ഷകർക്ക് സംശയമുണ്ട്. ശേഷം പോകുന്ന സമയത്ത് സ്മൃതിയൊക്കെ നോക്കി ചിരിക്കാറുണ്ടോ എന്നൊക്കെ പ്രേക്ഷകരോട്. അതിലൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ചിരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ ഡ്രാമ കാണിക്കാന്ന് പറയും. അതെ, അങ്ങനെയുണ്ടല്ലോ. സ്ക്രിപ്റ്റഡാന്ന് പറയും. സ്ക്രിപ്റ്റഡാന്ന് പറയും. നമ്മൾ ഇവിടെ നിന്ന് അടികൂടുമ്പോൾ ശരിക്കും അടികൂട് തന്നെയാണ്. കുറച്ചു നേരം ചിലപ്പോൾ മുഖം വീർപ്പിക്കുകയും ചെയ്യും, പക്ഷെ അടുത്ത നിമിഷം ശരിയാവില്ല. അതാണ് യാഥാർത്ഥ്യം. യാതൊരു തരത്തിലുള്ള വൈരാഗ്യ ബുദ്ധിയായിട്ട് പെരുമാറുന്ന ഒരു സംഘമില്ല എന്നുള്ളതാണ് ഈ സംഘത്തിന്റെ ആശയങ്ങൾ. വളരെ ആഴത്തിൽ ഏറ്റുമുട്ടാറുണ്ട്. പലപ്പോഴും അത് പ്രേക്ഷകർ കാണും, അതിന്റെ വാശിയൊക്കെ പ്രേക്ഷകർ കാണാറുണ്ട്. സുജയ പാർവതിയെ കുറിച്ച് പ്രേക്ഷകർ ഇപ്പോൾ ഓർമ്മിച്ചിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ പ്രേക്ഷകർ ഈ വളരെ ജെനുവിനായി എടുക്കുന്ന ഏത് വിഷയങ്ങളോടുമുള്ള കമ്മിറ്റ്മെന്റ് ആണ് നമ്മളുടെ ഈ വാർത്താ സംഘത്തിന്റെ കരുത്തെന്ന് പറയുന്നത്. അതിപ്പോൾ സുജയ ആണെങ്കിലും സ്മൃതി ആണെങ്കിലും നമ്മുടെ വാർത്താ സംഘത്തിലുള്ള മുഴുവൻ ആളുകളും, ജിമ്മി ആണെങ്കിലും, അവരൊക്കെ എടുക്കുന്ന നിലപാടുകളോടുള്ള അവരുടെ ആത്മാർത്ഥതയാണ്. അവർ വ്യാജമായിട്ടൊന്നും പറയാറില്ല. നിങ്ങൾക്ക് വേണ്ടി സ്ക്രിപ്റ്റ് ചെയ്ത് അഭിനയിക്കാറില്ല. അങ്ങനെ ഒരു സംശയമൊക്കെ ഉണ്ട്.